നീതിക്കായുള്ള ബിൽക്കീസ് ബാനുവിന്റെ പോരാട്ടം ഫലം കണ്ട ദിവസം. കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾ ഇനി ജയിലിലേക്ക്. ഗുജറാത്ത് സർക്കാർ അടിയറവ് പറഞ്ഞ ദിവസം. ബിൽക്കീസ് ബാനു, വർഷം 2002, ഗുജറാത്ത് കലാപം. 5 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ കലാപകാരികളിൽ നിന്ന് രക്ഷപ്പെടാൻ ബിൽക്കീസ് ബാനു ബന്ധുക്കൾക്കൊപ്പം യാത്ര തിരിച്ചു. എന്നാൽ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ബിൽക്കീസ് ബാനുവിന് കഴിഞ്ഞില്ല. കലാപകാരികളിൽ നിന്ന് ക്രൂര പീഡനത്തിന് ഇരയാവുന്നു. 7 കുടുംബാംഗങ്ങളെ ക്രൂരമായി കൊന്നൊടുക്കി. ആർക്കും മറക്കാൻ കഴിയാത്ത മാർച്ച് 3-ാം തീയതി. ഒപ്പമുണ്ടായിരുന്ന പിഞ്ചു കുഞ്ഞിനെ കൺമുന്നിൽ വെച്ച് കൊലപ്പെടുത്തുന്നതിനും അവർ സാക്ഷിയായി. കൊല്ലപ്പെട്ടെന്ന് തന്നെ കരുതിയ ബാനുവിനെ 3 ദിവസത്തിന് ശേഷമാണ് കണ്ടെത്തിയത്. പ്രതികളായ 11 പേരും കുറ്റക്കാരെന്ന് 2008-ൽ മുംബൈ കോടതിയുടെ നിർണായക വിധിയെത്തുന്നു. കൊലപാതകം, ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് ജീവപര്യന്തമായിരുന്നു മുംബൈയിലെ സെഷൻസ് കോടതി നൽകിയ ശിക്ഷ. 2017-ൽ ശിക്ഷാവിധി ബോംബെ ഹൈക്കോടതി ശരിവെച്ചു. ബിൽക്കീസ് ബാനുവിന് 50 ലക്ഷം രൂപ ധനസഹായം നൽകണമെന്നും സർക്കാർ ജോലി നൽകണമെന്നും സുപ്രീം കോടതിയും വിധിച്ചു. ശിക്ഷ വിധിച്ച് 15 വർഷത്തിന് ശേഷം കുറ്റവാളികളിൽ ഒരാളായ രാധേശ്യാം ഷാ ശിക്ഷ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിച്ചു. അധികാരപരിധിയില്ലെന്നും മഹാരാഷ്ട്ര സർക്കാരിനെ സമീപിക്കാനും നിർദ്ദേശിച്ച് ഗുജറാത്ത് ഹൈക്കോടതി ഹർജി മടക്കി. ശിക്ഷാ ഇളവിന്റെ കാര്യത്തിൽ ഗുജറാത്ത് സർക്കാരിന് തീരുമാനമെടുക്കാമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചിന്റെ വിധി. തുടർന്നാണ് കുറ്റവാളികൾ ഗുജറാത്ത് സർക്കാരിനെ സമീപിച്ചതും ശിക്ഷയിൽ ഇളവ് നേടിയതും. ഗുജറാത്ത് സർക്കാർ 1992-ലെ ശിക്ഷാ ഇളവ് നയപ്രകാരമാണ് ശിക്ഷയിൽ ഇളവ് നൽകി പ്രതികളെ വിട്ടയച്ചത്. പോരാട്ടത്തിൽ നിന്ന് ബിൽക്കീസ് ബാനു പിന്നാക്കം പോയില്ല. ഒപ്പം പൊതു താൽപര്യ ഹർജിയുമായി മഹുവ മൊയ്ത്രയും സുഭാഷിണി അലിയും സുപ്രീം കോടതിയിലേക്ക്. ഇന്ന് നിർണായകമായ വിധിപ്രസ്താവം സുപ്രീം കോടതിയിൽ നിന്ന്. പ്രതികൾക്കും ഗുജറാത്ത് സർക്കാരിനും തിരിച്ചടിയായി സുപ്രീം കോടതി വിധി. സർക്കാരിന്റെ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. കുറ്റവാളികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്നും 2 ആഴ്ചയ്ക്കകം പ്രതികൾ കീഴടങ്ങണമെന്നും കോടതി ഉത്തരവിട്ടു. സ്ത്രീകളുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന വിധിയെന്ന് ബിൽക്കീസ് ബാനുവിന്റെ അഭിഭാഷക ബൃന്ദ ഗ്രോവർ പ്രതികരിച്ചു. It's a very good judgment which has upheld the rule of law and the faith of the people of this country, particularly the women of this country, in rule of law, in the legal system, in the courts, and that there is an assurance of justice. പ്രതികളെ വെറുതെ വിടുക എന്ന നടപടി രാജ്യത്തെ സ്ത്രീകൾ നേരിടുന്ന യുദ്ധസമാന സാഹചര്യമാണെന്ന് ആനി രാജയുടെ പ്രതികരണം. വിധി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമുള്ള തിരിച്ചടിയെന്ന് ആനി രാജ. ഗുജറാത്ത് ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നത് പോലെ നിശബ്ദത പാലിച്ച നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ഈ നിയമലംഘനം നടക്കുമ്പോൾ അതിനെ നിശബ്ദമായി നോക്കി നിന്ന് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കൂടിയുള്ള വലിയൊരു തിരിച്ചടിയാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ നടപടി എന്നുള്ളതാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഗുജറാത്ത് സർക്കാർ പക്ഷപാതപരമായി പെരുമാറിയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഗവൺമെൻറ് ന്യായീകരിച്ച് കൊണ്ടുവന്ന് കോടതിയിൽ നിന്ന് ആനുകൂല്യം, കോടതിൻ്റെ മുമ്പിൽ സത്യം മറച്ചു വെച്ച് ആനുകൂല്യം നേടിക്കൊടുത്ത സംഭവമാണ്. അതിലേറെ ഒരു പക്ഷപാതപരമായി കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാൻ വേറെ ഉദാഹരണം ആവശ്യമില്ലല്ലോ. വിധിയിൽ പൂർണ്ണ പിന്തുണയാണ് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നായി എത്തുന്നത്.